ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇക്കഴിഞ്ഞ ഇടയ്ക്ക് VSSCയിൽ സന്ദർശനം നടത്തി. അതിനുശേഷം എന്താ സർ ഉണ്ടായിട്ടുള്ളത്? അജിത് ഡോവലിൻ്റെ സന്ദർശനം അതീവ രഹസ്യമായിരുന്നു. സാധാരണ Z+ സെക്യൂരിറ്റിയുള്ള അദ്ദേഹം വരുന്നത് വളരെ മുമ്പേ പോലീസിനെയൊക്കെ അറിയിച്ചിട്ട് കേന്ദ്ര സേനയുടെയൊക്കെ സുരക്ഷയിൽ വലിയ അകമ്പടിയൊക്കെ ആയിട്ടാണ് ഡോവൽ സന്ദർശനം നടന്നത്. പക്ഷേ ഡോവൽ ആരെയും അറിയിക്കാതെ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് VSSC ISRO അല്ല, തിരുവനന്തപുരത്തുള്ള VSSC ആണ്, വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ് തിരുവനന്തപുരത്തുള്ളത്. ISROയുടെ ഭാഗം തന്നെയാണ്. സത്യത്തിൽ ISRO എന്ന് തന്നെ പറയാം. അവിടെ സന്ദർശനം നടത്തി, അവിടെ താമസിച്ചു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ചാലയിലൊക്കെ അവിടെ നടന്നുപോയി. ആരും അറിഞ്ഞില്ല. അത് നമ്മുടെ മാധ്യമങ്ങൾ ഇത് അറിയാൻ എത്രയോ ദിവസങ്ങൾ വൈകി എന്നതാണ് ഏറ്റവും കൗതുകരമായത്. നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെയൊക്കെ ഈ കോഴിയെ പിടിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ഓടിയപ്പോൾ കേരളത്തിലേക്ക് NSA വന്നു. NSA വന്നത് ഇവിടെ VSSC സന്ദർശിക്കാനാണ്. അത് എന്തിനാണെന്നുള്ള ചോദ്യം വളരെ പ്രധാനമായിരുന്നു. കാരണം നമ്മൾ ഈ ജനുവരി 12 PSLV C-62 എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ആധുനികമായ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു. 15ഓളം ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ വേണ്ടി പോയ റോക്കറ്റാണ്. അത് തകർന്നുപോയി. ഈ ഉപഗ്രഹങ്ങളൊക്കെ കടലിൽ വീണു. ദൗത്യം പരാജയപ്പെട്ടു. ദൗത്യത്തിൽ പറയുന്നതിൻ്റെ 3ാമത്തെ സ്റ്റേജിൽ കമ്പഷൻ പ്രഷറിൽ ഉണ്ടായ കുറവും റോൾ റേറ്റിലുള്ള വ്യതിയാനവും കാരണം ഇത് തകർന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ റോക്കറ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തകർന്നു പോകാം, പരാജയപ്പെടാം. പക്ഷേ അത് അത്ര സ്വാഭാവികമായിട്ട് തോന്നാത്തതിന് കാരണം ഇതേ മിഷനുമായി PSLV C-61 എന്ന് പറയുന്ന മറ്റൊരു റോക്കറ്റ് കഴിഞ്ഞ വർഷം മെയ് 18 നമ്മൾ വിക്ഷേപിച്ചു. ആ റോക്കറ്റും ഇതേപോലെ 3ാം ഘട്ടത്തിലുണ്ടായ പിഴവ് മൂലം തകർന്നു. അതിൽ വിക്ഷേപിക്കാനുണ്ടായിരുന്ന ഉപഗ്രഹങ്ങളും നശിച്ചുപോയി. വിക്ഷേപിക്കാനുള്ള ഉപഗ്രഹങ്ങളും നമുക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതും സ്വാഭാവികമല്ലേ എന്ന് കരുതാം. അല്ല, അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. കാരണം C-61 റോക്കറ്റിൽ നമ്മൾ വിക്ഷേപിക്കാനിരുന്ന ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ EOS 9 റിസാറ്റ് 1B എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉപഗ്രഹമുണ്ടായിരുന്നു. ആ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് വെച്ച് വിക്ഷേപിക്കുന്ന ഒരു ചാരനായിരുന്നു. ഇന്ത്യയുടെ ഒരു ചാര ഉപഗ്രഹം ആ PSLV ദൗത്യത്തിലുണ്ടായിരുന്നു. അത് ഭ്രമണപഥത്തിലെത്തിച്ചാൽ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും അതിർത്തികൾ അരിച്ചു പെറുക്കുന്ന ഒരു ഉപഗ്രഹമായിരുന്നു. അതുണ്ടായിരുന്ന റോക്കറ്റ് പരാജയപ്പെട്ടു. അതിനുശേഷം മെയ്യിൽ കഴിഞ്ഞ് ജനുവരിയിൽ വീണ്ടും വിക്ഷേപിക്കുന്ന ഈ റോക്കറ്റിൻ്റെ 15 ഉപകരണങ്ങളിലൊന്ന് അന്വേഷ് എന്ന് പറയുന്ന EOS N1 എന്ന് പറയുന്ന മറ്റതിനേക്കാളും നഷ്ടപ്പെട്ടു പോയതിനേക്കാളും ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിയാതിരുന്നതിനേക്കാളും കുറേ കൂടെ ശേഷിയുള്ള മറ്റൊരു ചാര ഉപഗ്രഹമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 2 സ്പൈ സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ 2 ദൗത്യങ്ങളും അടുപ്പിച്ച് പരാജയപ്പെടുമ്പോൾ നമ്മളറിയാം, മുമ്പൊരിക്കൽ ശിവൻ ISRO മേധാവിയായിരിക്കെ ഒരു ദൗത്യം പരാജയപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പുറത്ത് തട്ടി സമാധാനിപ്പിക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ ഒരു സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോൾ അത് തുടരെ ഒരേ സ്ഥലത്ത് 3rd ഫേസിൽ കുഴപ്പമുണ്ടായി പരാജയപ്പെടുന്നു. അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഇൻ്റേണൽ എൻക്വയറി നടത്തി. നേരത്തെ പറഞ്ഞ ശിവൻ എന്ന് പറയുന്ന മുതിർന്ന ശാസ്ത്രജ്ഞൻ്റെ റിപ്പോർട്ട് തന്നെ കിട്ടി. ആ റിപ്പോർട്ട് കിട്ടി. പക്ഷേ പ്രധാനമന്ത്രിക്ക് അത് തൃപ്തി ഉണ്ടായില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, പ്രധാനമന്ത്രി പറഞ്ഞു ഇത് വളരെ വിശദമായ അന്വേഷണം വേണം എന്നു പറഞ്ഞ് അന്വേഷിക്കാനാണ് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്ന് പറയപ്പെടുന്ന NSA തിരുവനന്തപുരത്തേക്ക് വന്നു. അതീവ രഹസ്യമായി എത്തി. അദ്ദേഹം അവിടെ പരിശോധനയൊക്കെ നടത്തി. എന്നിട്ട് അത് വാർത്ത 2 ആഴ്ച കഴിഞ്ഞ് അറിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു, അത് ശരി, അജിത് ഡോവൽ വന്ന് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോയി. അങ്ങനെയല്ല. ISROയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ISROയ്ക്ക് പുറത്തുള്ള ഒരു സമിതിയെ എന്തുകൊണ്ട് ഈ 2 ഉപഗ്രഹ വിക്ഷേപണങ്ങളും PSLV C-61 C-62 പരാജയപ്പെട്ടു എന്ന് കണ്ടെത്താൻ പ്രധാനമന്ത്രി നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയുടെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്ന വിജയരാഘവൻ സാറും പിന്നെ ISRO ചെയർമാനായ നമുക്കൊക്കെ അറിയാവുന്ന മലയാളിയായ സോമനാഥ് വൈസ് ചെയർമാനുമായിട്ട് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ISROയ്ക്ക് പുറത്തു നിന്നുള്ള വിജയരാഘവൻ സാറ് ഈ പറയുന്ന പോലെ ISRO ഒന്നുമല്ല, പ്രധാനമന്ത്രി ശാസ്ത്ര ഉപദേഷ്ടാവാണ്. അപ്പോൾ ബാഹ്യ ഒരു ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചിരിക്കുന്നു? മാനുഷികമായ ഇടപെടലുണ്ടോ? അതിൻ്റെ സപ്ലൈ ചെയിനിൽ എവിടെയെങ്കിലും
കുഴപ്പം പറ്റി. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ PSLV വിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ഘടകങ്ങളും നമ്മളുണ്ടാക്കുന്നില്ല. ചില ഘടകങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട്. അതിനകത്ത് മാൽ ഫങ്ഷനുള്ള അല്ലെങ്കിൽ തെറ്റായി പ്രവർത്തിക്കാൻ മാത്രം തരത്തിലുള്ള തെറ്റായി പ്രവർത്തിക്കുന്ന തരത്തിൽ മനഃപൂർവ്വം ഡിസൈൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത് കണ്ടെത്തണം. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നെങ്കിൽ മാനുഷികമായ പിഴവ് സ്വാഭാവികമാണ്, മനുഷ്യനൊരു കൃത്യം ചെയ്യുമ്പോൾ പിഴവുകൾ സംഭവിക്കാം. എന്നാൽ മനഃപൂർവ്വം പിഴവുണ്ടാക്കിയാലോ, അല്ലെങ്കിൽ മനഃപൂർവ്വം അലംഭാവം കൊണ്ട് പിഴവ് സംഭവിച്ചാലോ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. രണ്ടാമത്തത്, അതിനുള്ള ഘടകങ്ങളൊക്കെ പലയിടത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ രാജ്യത്തോട് ശത്രുതയുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഘടകങ്ങൾ ചൈനയുടെ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. കാരണം അവിടെ അജിത് ഡോവൽ എത്തി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ഇത് സ്വാഭാവികമല്ല, ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയുള്ളൊരു അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഡോവൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായി. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഈ വാർത്ത ചെയ്യണം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മലയാളിയായ K. വിജയരാഘവൻ സാറും S. സോമനാഥും രണ്ടുപേരും മലയാളികളായ 2 പേരെ ഉപയോഗിച്ച് ISROയിലെ ഈ പ്രവർത്തനങ്ങൾ, ISROയ്ക്ക് ബാഹ്യമായി പ്രവർത്തിക്കുന്ന ശാസ്ത്രോപദേഷ്ടാവാണ് വിജയരാഘവൻ. ISRO എംപ്ലോയിയൊന്നുമല്ല. അദ്ദേഹം ഹെഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമ്മുടെ പത്രങ്ങൾ വാർത്തയാക്കിയില്ല. അപ്പോൾ ISROയിൽ എന്തോ കുഴപ്പമുണ്ട്. അവരുടെ ആദ്യം ശിവൻ അന്വേഷിക്കുന്നു, നോ റിസൾട്ട്, അത് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നില്ല. ഡോവലിനെ വിടുന്നു. ഡോവൽ വന്നിട്ട് പറഞ്ഞു, PM മോദിജി അങ്ങ് പറഞ്ഞതുപോലെ അവിടെ ചില കുഴപ്പങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പ്രധാനമന്ത്രി അവ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോവലിന് ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുത്താൽ പോരെ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഡോവൽ എന്ന് പറയുന്ന ആൾ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല, ഒരു പോലീസ് ഓഫീസറാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് ഡോവൽ പറഞ്ഞുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരായ 2 പേരെ വെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവായിരുന്ന വിജയരാഘവൻ സാർ അധ്യക്ഷനും S. സോമനാഥ് വൈസ് ചെയർമാനുമായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി ഇരിക്കുന്നത്. ഇത് വലിയ വാർത്തയാണ്, സത്യത്തിൽ വലിയ വാർത്തയാണ്, ആരും പറയുന്നില്ല. അപ്പോൾ ആ കമ്മിറ്റി ഉണ്ട്. പ്രധാനമന്ത്രിയുടെ നിലപാട് ബഹിരാകാശം എന്ന് പറയുന്നത് തന്ത്രപരമായ ഒരു ആസ്തിയാണ്, അത് അലംഭാവത്തിനുള്ള കളിസ്ഥലമല്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഡോവലിനോട് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് നാഷണൽ മീഡിയ പറഞ്ഞു. അതായത് ബഹിരാകാശം തന്ത്രപരമായ ഒരു ആസ്തിയാണ്, നമ്മുടെ ഒരു അസറ്റാണ് സ്പേസ്, അവിടെ കുഞ്ഞു കളിക്ക് സമയമില്ല, അതുകൊണ്ട് യു ഗോ ആൻഡ് എൻക്വയർ എന്ന് പറഞ്ഞിട്ടാണ് മോദി ഡോവലിനെ വിട്ടത് എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, കുഴപ്പം ചെയ്യാൻ സാധ്യതയുള്ള ആൾ. അപ്പം മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ISROയിലെ ഒരു ജീവനക്കാരൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു, മോദിയെ ചീത്ത പറയുന്നൊരു വീഡിയോ. അപ്പോൾ മോദി വിരുദ്ധരായ, ഈ സർക്കാരിന് വിരുദ്ധരായ, സ്വാഭാവികമായും അതുവഴി രാജ്യവിരുദ്ധരായ ആളുകൾ ISROയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് CPM-കാരനായ ഇയാൾ വന്നിട്ട് ഊടുപാടെ ചീത്ത പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ട. അയാളിപ്പോൾ ISROയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മോദിയുടെ അടുത്ത് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് നമ്മുടെ PSLV C-62-ൻ്റെയും C-61-ൻ്റെയും പരാജയത്തിന് കാരണം അട്ടിമറിയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് അജിത് ഡോവൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയെങ്കിൽ ഞാൻ കെട്ടിപ്പിടിക്കും, പോട്ടെ നമുക്കിനി അവസരമുണ്ട് എന്ന് പറയും. എന്നാൽ അശ്രദ്ധ കൊണ്ടോ മനഃപൂർവ്വമായി പരാജയപ്പെടുത്തിയതാണെങ്കിലോ ഞാൻ സ്പെയർ ചെയ്യില്ല, വിടില്ല എന്നും നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഡോവൽ നേരിട്ട് വരില്ല, അല്ലേ? ഇൻ്റലിജൻസ് ബ്യൂറോയോ അല്ലെങ്കിൽ CBIയോ ആരെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച അതീവ നിർണായകമായ ഒന്നാണ് നമ്മൾ വിക്ഷേപിക്കാൻ വെച്ചിരുന്ന ഈ നേരത്തെ പറഞ്ഞ EOS-9ഉം അന്വേഷ് EOS-N1 എന്ന് പറയുന്ന 2 ചാര ഉപഗ്രഹങ്ങൾ. ഈ 2 ചാര ഉപഗ്രഹങ്ങളും സ്പേസിൽ എത്തരുത് എന്ന് ആർക്കോ താല്പര്യമുണ്ടായിരുന്നു. പാകിസ്ഥാനാവാം, ചൈനയ്ക്കാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബംഗ്ലാദേശിനാവാം. പിന്നെ ബംഗ്ലാദേശിന് അതിനുള്ള ശേഷിയൊന്നുമില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ താല്പര്യം ആയിരുന്നു ഈ 2 ചാര ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഇന്ത്യക്ക് വേണ്ടി ചാരപ്പണി എടുക്കാൻ ഉണ്ടാവരുതെന്ന് അവർ ആഗ്രഹിച്ചു. അത് പക്ഷേ ആരാണ് നടത്തിക്കൊടുത്തത്? എവിടെയാണ് സ്ഥലം നോക്കണം. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ ISRO സെൻറ്ററിലല്ല, കേരളത്തിൽ. അപ്പോൾ മലയാളികളായ നമുക്ക് അഭിമാനിക്കാൻ വകയൊന്നുമില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന VSSയിൽ ISROയുടെ ഒരു സ്ഥാപനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനപരമായ 2 സ്പൈ സാറ്റലൈറ്റ്സിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്.
വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ISRO ചാരക്കേസ്, നമ്പിനാരായണൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് അതിന് തുല്യമായ ഒന്നല്ലേ? അത്രയും ഗ്രാവിറ്റി ഉണ്ട്. ഈ രണ്ടെണ്ണവും പരാജയപ്പെട്ടതിൻ്റെ കാരണം ഇവിടെയാണ് എന്ന് കണ്ടെത്തുകയും മലയാളികളായ 2 പേരെ ചുമതലപ്പെടുത്തുകയും അതിൻ്റെ തലവൻ ISROയ്ക്ക് പുറത്തുള്ള ഒരാളായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗൗരവത്തോടെ കേന്ദ്രം അത് അന്വേഷിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെയാണ് മാധ്യമങ്ങൾ പറയുകയും ചർച്ച ചെയ്യുകയും വേണ്ടത്. കേരളം കാശ്മീരായി മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ എല്ലാ രാജ്യവിരുദ്ധ ചിന്താഗതിക്കാർക്കും അഭയം കിട്ടുന്ന, വളർന്ന് തഴച്ചു വളരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം സംജാതമായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ വെച്ചാണ് ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ 2 പരീക്ഷണങ്ങളെ, 2 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്താനുള്ള ശ്രമം അട്ടിമറിച്ചത് എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. കേരളം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അപകടം പിടിച്ചൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മോദി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരും. തലകൾ ഒരുപാട് ഉരുളാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.